ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധുവാണ്. ഇന്ന് ഞാനിവിടെ കർക്കിടകം സ്പെഷ്യൽ കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മധുരക്കഞ്ഞിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഈ ഒരു കഞ്ഞി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മധുരക്കഞ്ഞി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് നവരരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുതിർക്കാനൊക്കെ ആയിട്ട് മാറ്റി വെക്കുക. ഞാൻ ഈ ഒരു കഞ്ഞി രാവിലെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ തലേദിവസമാണ് ഈ ഒരു അരിയും ഉലുവൊക്കെ കുതിർക്കാനൊക്കെ ആയിട്ട് വെക്കണത്. ഈ ഒരു ഉലുവ നവരരിയൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു നവരരി. അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ, മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ വണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നവരരി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഷുഗറിനൊക്കെ നല്ലതാണ്, വാതരോഗത്തിനൊക്കെ നല്ലതാണ് കേട്ടോ, ശരീരവേദനയ്ക്ക് നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അരിയാണ് ഈ ഒരു നവര അരി. പിന്നെ ഈ ഒരു ഉലുവയുടെ ഗുണങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. നമ്മുടെ ശരീരം തണുപ്പിക്കാനുള്ളൊരു കഴിവ് ഉലുവയ്ക്കുണ്ട്. ഹെയറിനും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് ഈ ഒരു ഉലുവ. ഒരു രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം അരിയും ഉലുവൊക്കെ നല്ലോണം തന്നെ കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുതിർക്കാനൊക്കെ ആയിട്ട് എടുക്കണ വെള്ളം നല്ല വെള്ളമായിരിക്കണം കേട്ടോ, എന്നാലാണ് ഇത് ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അരിയും ഉലുവൊക്കെ കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇത് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 3.5 കപ്പോളം വെള്ളം കൂടെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരയ്ക്കൊന്ന് ഇത് വേവിച്ചിട്ടെടുക്കാം. ഇത് അടുപ്പത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കുള്ള ശർക്കരപ്പാനി കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 200 ഗ്രാം അളവിൽ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ ഈ ഒരു കഞ്ഞി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കട്ടെ. ഇതിപ്പോൾ ചെറിയൊരു മധുരമുള്ള നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 350 ഗ്രാം വരെയൊക്കെ ശർക്കര എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേ അരിയും ഉലുവൊക്കെ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 6 വിസിലിന് ശേഷം ഉലുവയും അതുപോലെ തന്നെ അരിയൊക്കെ നല്ലോണം തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, എല്ലാ കുക്കറും ഒരേപോലെ ഒന്നും ആവില്ലല്ലോ, അപ്പോൾ വെന്ത് വന്നിട്ടില്ലെങ്കിൽ ഇത് കുക്കർ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. നല്ലോണം വെന്ത് വരണം. അതല്ലെങ്കിൽ ഈ ഒരു കഞ്ഞി കഴിക്കണ സമയത്ത് ഉലുവയും അരിയൊക്കെ ഇങ്ങനെ കടിക്കുക, അപ്പോൾ അതത്ര ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അരിയും ഉലുവൊക്കെ നല്ലോണം വെന്ത് വന്നെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് അത്ര മതി കേട്ടോ. ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം നല്ലോണം തന്നെ തിളപ്പിച്ചിട്ട് കൂടെ എടുക്കുന്നുണ്ട്. ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ശർക്കരപ്പാനി ഈ ഒരു അരിയിലും അതുപോലെ തന്നെ ഉലുവയിലൊക്കെ നല്ലോണം പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു അരിയിലും അതുപോലെ തന്നെ ഉലുവയിലൊക്കെ ശർക്കരപ്പാനിയൊക്കെ പിടിച്ചിട്ട് നല്ലോണം മധുരമൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് പിന്നെ അത് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യരുത്. ചെറുതായിട്ടൊന്നിങ്ങനെ പതഞ്ഞിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ പതഞ്ഞ് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മധുരക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അധികം കയ്പ്പൊന്നുമില്ല, നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്